പ്രോഗ്രാം അവതരിപ്പിക്കാൻ പ്രിയമുള്ളവരെ എന്തായാലും ഹലോ ഞാൻ ചെറിയൊരു മെമിക്രി എടുക്കാൻ പോണേ. നേരത്തെ ചാൻസ് ചോദിച്ചപ്പോൾ ചാൻസ് ഉണ്ടാവില്ല എന്ന് അറിഞ്ഞ് പിന്നെ ഇവിടെ ബാക്ക് വന്ന് തിരിക്കുന്നു. അപ്പോൾ പിന്നെ വിളിച്ചപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ ചെറിയൊരു മെമിക്രി എടുക്കാൻ പോണേ. നിങ്ങൾ കൈ അടിക്കണം എന്നാലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതാണ് നേരത്തെ പറഞ്ഞ ആള്. ചെറിയൊരു ഐറ്റം. ആദ്യം എന്തായാലും നമ്മുടെ ഒരു മര്യാദ നമുക്കൊന്ന് പരിചയപ്പെടാല്ലേ. എൻ്റെ പേര് വാവാന്ന്. അവിടെ മുണ്ടുപറമ്പ് എൻ്റെ പേരാ. മുണ്ടുപറമ്പുള്ള എനിക്ക് സെൻട്രിങ്ങിന്റെ പരിപാടിയാ. വാർക്കപ്പണിയാ. 10-12 കൊല്ലായിട്ട് ഒരു ടീമിന്റെ കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് പോവുക. 10-12 കൊല്ലായിട്ട് ഹെൽപ്പറായിട്ടോ? സാധാരണ 1-2 കൊല്ലം കഴിഞ്ഞ എല്ലാവരും മേശരി ആകാറാണൊക്കെ പതിവ്. എന്താ പറയാ, മേശരി ആയി കഴിഞ്ഞാലും മേലെ കയറി വെയിലും മായി കൊള്ളണം. ഇതാകുമ്പോ മുട്ടിനിടയിൽ ഒളിച്ചിരുന്ന വൈകുന്നേരം 500 പെട്ടും. അത് മതി. അങ്ങനെ കഴിഞ്ഞോട്ടി പോയിട്ടാ ഇപ്പൊ പഞ്ചായത്ത് മേള നടന്നത് നമ്മളിവിടെ. കേരളോത്സവം പഞ്ചായത്ത് മേളയിൽ എനിക്ക് മിമിക്രിക്ക് സെക്കൻഡ് കിട്ടിയായി. മിമിക്രിക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ആവും? ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരിക്കാൻ. 2 ആൾക്കാർ, ഞാനും സുജിമോനും. ഓന് ഫസ്റ്റ് സെക്കൻഡ് നിൽക്കും. അതിന്റെ ശേഷം ഇപ്പൊ എന്റെ അയൽവാസികളൊക്കെ ആസിഫ് അലി എന്ന് വിളിക്കുക. നിങ്ങളെ എന്താ അവിടെയുള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഓനൊന്നും ആസിഫ് അലിനെ കണ്ടില്ല എന്നെ. അതുകൊണ്ട് ഇപ്പൊ എന്നെ അങ്ങനെ വിളിച്ചടക്കും. ഞാൻ ചെറിയ ഐറ്റംസ് എടുക്കാൻ പോണ. നിങ്ങൾ കൈ അടിക്കണം എന്നാലേ കിട്ടുള്ളൂ. എപ്പോഴെങ്കിലും എടുക്കണത് അതാ. വില മാരിയല്ല. കൈ അടിക്കൂലേ? എന്താ അവിടുന്ന് കയറി വന്ന മാരിയല്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കൈയും കാലും പറക്കുന്നുണ്ട്. അതാ കൊല്ലിയിൽ വെള്ളം ഇല്ലാതായിന്. കൈ അടിക്കണേ. അതെ, നല്ല ശബ്ദമായിരുന്നു പ്രിയമുള്ള. എന്തായാലും ഇനി ഒരുപാട് പേര് പാടാനുണ്ട്. ആ മൈക്കെല്ലാം തുപ്പലാക്കിയില്ലേ? പിന്നെ 2-3 ഐറ്റംസ് ഉള്ള ഒന്നായിട്ട് കൊടയാ. ഞാൻ തന്നെ കുടഞ്ഞിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല. ഇങ്ങനത്തെ ബാവാനൊന്നും പരിചയപ്പെടണല്ലോ അവർക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ അങ്ങനല്ലേ? ബാവ വിവാഹിതനാണോ? എനിക്ക് പെണ്ണിട്ടാത്താരി. ഇപ്പൊ നേരം വെളുക്കാൻ നേരത്തെ പെണ്ണൊക്കെ ഒരു വിളിയാ. ബാവേ നീച്ചൂട്, മിറ്റടിച്ചേരിക്കൂട്, അമ്മിമേൽ വെച്ച് മുളകരച്ചൂട്. അത് അമ്മിമേൽ വെച്ച് മുളകരക്കുമ്പോളാ പെണ്ണുങ്ങളൊന്ന് കുത്തുക. പെണ്ണുങ്ങൾ കുത്തുള്ളൂ. അമ്മായിമ്മ തേമ്പിക്കോളും. ഇതൊക്കെ ഇവിടെ പറയുമ്പോ മോശമല്ല. ഒരുപാട് ആളുകൾ ഇരിക്കല്ലേ ഇവിടെ. അല്ലേ, ഞാൻ കിട്ടിയേ പറയില്ലേ. കിട്ടിയിട്ട് മുണ്ടാത്ത എത്ര ഉണ്ട് അറിയാം വേക്കിലൊക്കെ. എനിക്കറിഞ്ഞല്ലേ. ഓക്കെ ബാവ, ഇനി എടുക്കാൻ പോണേ. ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമാണല്ലോ ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. ഒച്ചയല്ല, ഒച്ച എന്ന് പറയാം. നമ്മള് മലപ്പുറംകാരാണെങ്കിലും ശബ്ദം ഞങ്ങള് കൂറ്റുന്ന പറയാം ഇവിടെ. ഓക്കെ, ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച. ചാട്ടാണെങ്കിലോ ബാവ? ചാട്ടയാ കയ്യടിക്കണേ. കൊല്ലിയിൽ വെള്ളം ഇല്ലായിട്ടാ. ബേജാറുണ്ടാ. ഇങ്ങനെ ഉണ്ടാകുക. ഇതിങ്ങനെ ഓടിങ്ങോണ്ട് നിൽക്കുമ്പോൾ ഇതിൽ എയർ കുടുങ്ങിയിട്ട് ഇത് ഓഫ് ആവും. അപ്പൊ ഇതിന് ഒച്ച മാറും. അതെങ്ങനെ അറിയാം? അങ്ങനെ ഉണ്ടാകുക. ഇനി ലേഡീസിനുള്ള ഐറ്റംസ്. എന്താണത്? തേങ്ങ ചെരവുമ്പോൾ ഒച്ച. എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാകുക. ഇത് ചെരവി ചേട്ടൻ്റെ അടുത്തെത്ര നേരത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെരവലുണ്ട്. അതങ്ങനെ. അതെന്താ? ഒച്ചയേറാ. ഇതേമാതിരി പണ്ടൊക്കെ മരത്തിന്റെ കപ്പിലല്ലേ വെള്ളം മുക്കുന്നേ. ആ മരത്തിന്റെ കപ്പിൽ വെള്ളം മുക്കുമ്പോൾ ഒച്ച ഇങ്ങനെ ഉണ്ടാകുക. പക്ഷെ തുരുമ്പ് പിടിച്ച ഇരുമ്പപ്പിയാണെങ്കിലോ അതെങ്ങനെ അറിയോ? ഇതേമാതിരി നമ്മളെ മരണക്കിണറിൽ ചെന്ന് കഴിഞ്ഞാൽ, മരണക്കിണറിൽ ബൈക്ക് ഓടിക്കണാണല്ലോ സർക്കസ് കൂടാൻ ചെന്ന് കഴിഞ്ഞാല്, ആ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ്. അതിന്റെ ശബ്ദം അനുകരിക്കാൻ പോകുന്നു. പാട്ട വണ്ടി ഇറക്കൊന്ന് കൈയടിച്ചോളിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇട്ടാ എന്നിട്ടല്ല പാട്ട വണ്ടി അതാ.
പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെക്കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി, പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി, ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി, അരുത്. മോനെ ഉണ്ണി. നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് എന്ന് അവക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി. ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന്. പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ആ ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം.
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്തുമസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. 11:30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം
ഇഷ്ടായോ? കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു ചങ്ങായി എന്നോട് അഭിപ്രായം പറഞ്ഞു, ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഒന്നും മനസ്സിലാവില്ല, അവർ ഈ സൈഡാണ് കാണുക, അതുകൊണ്ട് ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ അവർക്ക് വേണ്ടിയിട്ട്. നിങ്ങളാകെ 4 ആളാണല്ലോ, എന്തിനൊക്കെ ഒക്കുകയല്ല. വേഗം കയ്യടിച്ച് അടുത്ത കാണിച്ചിരിക്കല്ല. ഓക്കെ, കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി എന്നെ വിളിച്ചു, നിങ്ങൾ ലാലേട്ടനെ മമ്മൂക്കാക്കി, മമ്മൂക്കാനെ ഒന്ന് ലാലേട്ടനാക്കി തരുമോ? അതും ആക്കി തരാം. ഇതെന്റെ വൃത്തികെട്ട മുഖം, ഇനി ഇത് മമ്മൂക്കിയാണ്. അതാ ഇനി ഇവരെ ശബ്ദം ചെയ്യണ്ടേ അല്ലേ? നല്ലൊരു ഉഷാർ കിട്ടൂലേ? എല്ലാരും ടെസ്റ്റ് ചെയ്യാ, പല നടന്മാരെ എടുത്ത്. ഞാൻ മമ്മൂക്കാനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം വിവരം അറിയിക്കും, അതുകൊണ്ടാണ്. മമ്മൂക്കാൻ ചെയ്യട്ടെ? നന്നായാലേ എനിക്ക് കയ്യേരി നന്നായി, മോശമായ സൗണ്ട് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. സൈഡ് ഓപ്പറേറ്റർ നല്ല കയ്യേരി എടുക്കും സാറായി. പേടിക്കണ്ട, ഉഷാറാ കംപ്ലീറ്റ്. വടക്കൻ വീരകഥയിൽ മമ്മൂക്ക് ഉപയോഗിച്ച ആ സംഭാഷണം ചെയ്യട്ടെ. കുട്ടിമാറിയണ്ടേ ചതിയൻ ചന്തുവിന്റെ ധീരനായ കഥ. കുട്ടിമാറുകൾ വന്നിരിക്കണം. പുത്തൂരം വീട്, കേൾവി കേട്ട പുത്തൂരം വീട്. അമ്മ പലപ്പോഴും പറയായിരുന്നു പുത്തൂരം വീട് സ്വന്തം വീടാണ്. പക്ഷേ എനിക്ക് ആ വീട് സ്വന്തം വീടായി തോന്നിയില്ല. ഇരുമ്പാണിക തിമളയാണ് വെച്ച് പൊൻകാരം കൊണ്ട് ചൊരികൾ ഉടയ്ക്കുവാൻ പെരുങ്കരുടെ 14 പൊന്നണം കൊടുത്തവൻ ചന്തു. പാതിരാവിൽ കുമരപ്പഴ നീന്തി കടന്ന് പതിവൃത ഒരു പെണ്ണിന്റെ മണയിൽ കയറാൻ ചന്തു ആരായിരിക്കണം? ഇല്ല മക്കളെ, അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആരായി ആരുമില്ല. മടങ്ങിപ്പോ. ഈ സ്ഥലത്ത് ലക്ഷം പൂച്ച ഞാൻ പറയുന്നത് ഞാൻ കേൾക്കണം. നേരത്തെ ഒരു ഫെസ്റ്റിൽ ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കേട്ടാൽ എനിക്ക് നല്ല സുഖം ഉണ്ടാവും. അല്ലോ, ആ ലാലേട്ടൻ മാട്ടന്നെ അല്ലേ? ഒന്ന് ഉഷാറായി. ലാലേട്ടൻ മാണോ? ലാലേട്ടൻ രാമുക ആവശ്യമാണ് അല്ലേ? ദേവാസുരത്തില് നീനാണ്ട ഇത് ഞാനാടാ ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ. നീ ചാത്തിട്ടില്ല പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായി. ഒരു കാറ് കത്തിയാൽ എനിക്ക് പുല്ല, പകരം നിന്റെ ഈ തറവാട് കത്തിച്ചണയാൻ എനിക്കറിയാനിട്ടൊന്നുമല്ല. നമ്മൾ തമ്മിലൊരു കണക്കുണ്ട്, ആ കണക്ക് തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. നേരെ കൊമ്പം ബീശൊക്കെ വെച്ചിട്ടല്ലേ കാര്യമായിട്ടല്ലേ? ശരി, തീർക്കാൻ ബാക്കി വെക്കുന്ന സ്വഭാവം നീത കണ്ടതില്ല. അങ്ങനെ വല്ല വിചാരം ഉണ്ടായിരുന്നേല് തളർന്നുപോയി കയ്യിലൊരു കത്തിയും കെട്ടിവെച്ച് മുണ്ടക്കലെ വാതിലും ചവിട്ടി തുറന്ന വന്നന് നിന്നെ ശരിയാക്കാൻ. ശരി, ഇപ്പോ പഴയ നീലകണ്ഠനെ ഞാൻ തന്നെ മറക്കാൻ, ഓർമ്മിപ്പിക്കാൻ നീ ശ്രമിക്കരുത്. ശരി, പോ. ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്ന 80 കാലഘട്ടത്തിൽ മലയാള സിനിമയെ നയിച്ച നല്ല നല്ല നടന്മാരുണ്ട്. നല്ല ഗാനങ്ങൾ ഇറങ്ങിയ, നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് നിന്ന കാലം. 80 കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ആ ഡ്രസ്സ് നിർബന്ധമാണ്. ഇതാ ഈ പാന്റിനൊരു കയ്യേരി കൊടുക്ക്, ഇതാ. ഇനി നമ്മുടെ മുടി മറ്റൊരാളെ മുടിയാക്കുന്നത് ഒരു കാര്യമാണ്. മുടിക്കാങ്ങൾ കൈകരിക്കാൻ ഒരു കൃത്രിമെന്ന സംഗതിയില്ല. മുടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കടാ. 1 മണിക്കൂർ ടൈമാ ഞാൻ പറഞ്ഞ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഞാൻ 2 മണിക്കൂർ കളിക്കും. നിങ്ങൾ പോയിക്കാം. മുടി കാളക്കൊമ്പ് പോക്കിലാക്കി വെച്ചാൽ ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കും. ഒരു കൃത്രിമില്ല. അമ്മയാണിതാ ഒരു വരെ കാണിച്ച് ചെയ്താണ്. ചേട്ടാ ചോക്ലേറ്റിലടിച്ച് പരമാവധി കാണാണ്ടാകെ. കളർ ലൈറ്റ് ഒന്നുമില്ല, വെറും പ്ലേ ലൈറ്റ്. ആരാണ് പറയണ്ടേ? ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്. അതാരാണ്? ആര്? ജോസ് പ്രകാശ്. ആ ചേട്ടന് നല്ലൊരു കൈകരി കൊടുക്കുന്നുണ്ട്. ജോസ് പ്രകാശ്. ഞാൻ ഈ കണ്ണട വെച്ച് ഒരു ചിരിയും ചിരിക്കുമ്പോ
ഇയാളെ ചെറിയ കാറ്റുണ്ടോന്ന് ഞാൻ കണ്ണാടിയിലൊന്നും നോക്കാണ്ടാണ്. നിങ്ങൾ നന്നായി ആ കണ്ണാടി വേണ്ട, അല്ല ഞാൻ വേണ്ട. റെഡീസ് 1 2 3. ചിരി ചിരിക്കുമ്പോൾ ചെറിയൊരു കട്ട് നമുക്ക് നേരിട്ട് കളിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കും. റെഡീസ് 1 2 3. ഇദ്ദേഹത്തിന്റെ വായ നോക്കാം. ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇഷ്ടമില്ല? ആ, ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇപ്പൊ ഓ എന്റെ മോനെ വേറെ എത്ര സ്ഥലമുണ്ട് എനിക്ക് നോക്കുക. അമ്മ ഇപ്പൊ പൊട്ടിപ്പോയത് അടി ഒരു രക്ഷയില്ല. ഈ നല്ല നോട്ടക്കാരനാണല്ലോ. അത് സാരമില്ല, ഇനിയിപ്പോ എന്താക്കിയാണ് അത് സാരമില്ല. ചിപ്പ് അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചോ, അങ്ങനെ പലതും വിചാരിച്ചാൽ മതി. ഞാൻ ഒറ്റക്ക് കളിക്കുന്നില്ല. ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ആവേശത്തില് KP ഉമ്മർഖാനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇല്ല, അത്രയില്ല. പൊട്ടിപ്പോയി ഞാനിപ്പോ എന്താക്കിയ ടൈലർ കൊണ്ടുവരും. ഒരു രക്ഷയില്ല. നോക്കാം, തമാശ ചെയ്യട്ടെ. ആദ്യം ആവേശത്തിൽ KP ഉമ്മർഖാനോട് പറയുന്ന ഡയലോഗുണ്ട്. ഫസ്റ്റ് KP ഉമ്മർക്ക് പറയും, ശേഖർ എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ, ആരുമില്ല ശേഖർ. അന്റെ ഈ സൗണ്ട് നിങ്ങൾക്ക് പിടിച്ചില്ലേ? നിങ്ങൾക്ക് മറ്റേ ഉമ്മർക്കമാണായിക്കില്ലേ? ശോഭി നീ എന്നോട് സഹകരിച്ച്. ഈ ടൈപ്പ് അല്ല ഉമ്മർക്ക. ശരിക്കും സിനിമയിൽ ഉപയോഗിച്ച ശൈലി അത്ര ഇല്ല. ഇങ്ങനെയാണ്, ശേഖർ എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അല്ലേ? ഇതല്ലേ റെഡി നായാച്ച കൈയെടുക്കണം കേട്ടോ. ഇനി MN നമ്പ്യാർ സാറ് പറഞ്ഞതാ, ഇതെല്ലാം സാധനത. രാഘവ മിടുക്കനാ ഒരു മകന്, സുന്ദരയാ ഒരു ഭാര്യ, ജനക്കാരുണ്ട് രാഘവ. പറയൂ, ശിവകാറ്റിനെ കൂട്ടിനെ തടയുന്ന മാതിരി തുണ്ടമാരിയും ഇതാ ഇങ്ങനെ. ഇഷ്ടം പോലെ കള്ള നിറച്ചും പരിപാടിയാ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? ശങ്കർ. ഇന്നുണ്ടായില്ലേ കിരൺ? അതുകൊണ്ട് പറഞ്ഞല്ലേ നിങ്ങൾ നല്ല ആൾക്കാരാട്ടോ. കഴിഞ്ഞ സ്റ്റേജിൽ ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാ? അന്നേരം എന്നോട് പറയും എന്റെ അച്ഛൻ. ഞാൻ നോക്കുമ്പോ ഒരു 4 വയസ്സുണ്ട് ചെറിയോ. ഓൻ എന്നോടിങ്ങനെ പറയാൻ ഓന്റെ പൊരേലുണ്ടോ ഇല്ല സ്ഥിതിയെന്താ? എന്നോട് ഇങ്ങനല്ലേ പറഞ്ഞിട്ടുള്ളൂ. രഞ്ജിനി ഹരിദാസിനോട് ഏതോ ഒരു ചങ്ങായി എന്തോ ഒരു വൃത്തിയായിട്ട് പറഞ്ഞിട്ട് ഓള് പറഞ്ഞെന്തറിയോ, ഒരൊറ്റ മലയാളികളെയും കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. നമ്മളെ ചോറ് നിന്നിട്ട് നമ്മളെ കുറ്റം പറിക്കുക. ഞാനൊക്കൊരു സംശയം, ഇവള് മലയാളിയല്ലേ? പിന്നെ ഓളോട് വെച്ച് ഇനി കല്യാണം കഴിച്ചിക്കോ? അന്നേരം ഓള് പറയാ, ഞാൻ കല്യാണം കഴിക്കല, എന്റെ മക്കളെ കൊണ്ടിട്ട് കല്യാണം കഴിപ്പിച്ചില്ല. അപ്പൊ ഇത് മലയാളികളുടെ സംസ്കാരമല്ല. അതെനിക്ക് മനസ്സിലായി. ശങ്കർ നല്ല നടനായിരുന്നു. മൂപ്പര് കല്യാണമൊക്കെ കഴിച്ച് സിംഗപ്പൂരിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിലെ വില്ലൻ കീഴടക്കിക്കും മലയാള സിനിമ. ശങ്കരേട്ടനൊന്ന് കാണല്ലേ? ഉടിച്ച് കല്യാണിച്ചു. ഇനി ഒരാൾ ചേട്ടാ പാട്ട് നല്ല സൗണ്ടില്ല, എല്ലാവരും ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഉണർന്നോട്ടെ കേട്ടോ. ഇതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോടുകാർ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം ഇദ്ദേഹത്തെ ചെയ്യും കേട്ടോ. ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമുക്കൊരു വില്ലനുണ്ട്. ആരാണ്? ബാലകേ നായർ. ഇവിടുന്ന് പറഞ്ഞിരിക്കാം, ബാലകേ നായർ സാർ. ആ സാറിന് വേണ്ടി നല്ലൊരു കയ്യിലടിച്ചത് അല്ലേ? അദ്ദേഹത്തിന്റെ കണ്ണും മൂക്കും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം. അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ചോപ്പിലേക്ക് അടിക്കണം. വില്ലനാണ് കേട്ടോ. മൂത്ത് ചോപ്പ് ഇങ്ങനെ കാണണം കേട്ടോ. ഉള്ളവരെ അടിച്ചാൽ മതി. ഓക്കെ. പിന്നെ സ്ത്രീകൾ പേടിക്കേണ്ട, ഇത് ഒറിജിനൽ അല്ല. വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ
ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്ന് മുതലാണ് ഈ വ്യക്തിത്വമുണ്ടായത്? സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യനെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ലൈറ്റ് തീരെ കുറഞ്ഞോ? കണ്ടിനോ? ബ്രേക്കിൽ ലൈറ്റന്മാരെ കണ്ടിനോ? ആ, കണ്ടിക്കാലോ. ഈ നടനെയൊക്കെ ഓർമ്മിക്കുന്ന ഇന്ന് എന്തിലൂടെ മാത്രമാണ്? ജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി 2 നടന്മാർ മലയാള സിനിമയിലേക്ക് കയറി വന്നു. അതൊന്ന് നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ ഭീമൻ രംഗാണെങ്കിൽ, മറ്റൊന്ന് തുഷാരം എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന ആ പൗരുഷത്തിന്റെ പ്രതീകമായ രതീഷ് എന്ന് പറയുന്ന നടനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ മലയാള സിനിമ ഉറങ്ങിപ്പോയോ? മിമിക്രി വേണോ? എന്താ വേണ്ടേ? കുറച്ച് മിമിക്രി അറിയില്ലേ? കുറച്ച് ശബ്ദങ്ങൾ പരിചയപ്പെടുത്താം. വെറുതെ ആയി പോണ്ട. ശബ്ദം എല്ലാവരും കേൾക്കുന്നെന്നാലും പറയാണ്. ആദ്യം കോഴിക്കോടിന്റെ സ്നേഹം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. കോഴിക്കോടിന്റെ ശബ്ദം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു നല്ലൊരു കഥാപാത്രമുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മുടെ കുഞ്ഞാണ്ടി ചേട്ടൻ നല്ലൊരു ശബ്ദത്തിനുടമയായിരുന്നു. അദ്ദേഹത്തോടുള്ള ഇഷ്ടമാണ് നിങ്ങളിവിടെ പ്രകടിപ്പിക്കേണ്ടത്. ചെയ്യട്ടെ? ഒരു വീട് തരുമോ? ഒന്ന് വലിക്കാന. എന്റെ വീടും പറമ്പും പണയം വെച്ചിട്ടായാലും സാറിന്റെ കാശ് ഞാൻ തരും. എന്റെ മകളെ ഒഴിവാക്കരുത് സാർ. ഞാൻ സാറിന്റെ കാലില് പിടിക്കാം. ഇഷ്ടമായോ? കോഴിക്കോടിന്റെ വേറൊരു ശബ്ദമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പറയണമെന്നില്ല, നിങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്ന തോന്നുന്നത്. ചെയ്തു നോക്കാം. എന്താണോ എന്താണ് ചോദിച്ചത് കേട്ടില്ലേ? മണപ്പള്ളി മാതാനമ്യാർ ആശ്വസന ഓടെ ഇറക്കുന്നവർക്ക് ഇളഞ്ഞവനാ യവനാ യവൻ മുഖപ്പുഴത്ത് ബന്ധനാ ബന്ധനത്തിനാ. അങ്ങനെ ആ നാട്ടടപ്പ് അഭിമാനം ഏറികൊണ്ടാണോ ഇയാൾ മുതലേ കേസ് വരല്ലോ? കേസ് അന്വേഷിച്ച് ശങ്കരനാരായണ ഒരു ലൂപ്പോനുണ്ടാകല കടന്നു പോകാൻ പുറത്ത്. സ്ത്രീകളോടൊരു അഭ്യർത്ഥനയുണ്ട്. അമേരിക്കയിലൊരു ഡോക്ടർ കണ്ടുപിടിച്ചതാണ്, നമ്മൾ ഇങ്ങനെ കൈയടിക്കുമ്പോ കയ്യിന്റെ അടിയിലുണ്ടാകുന്ന ഞരമ്പുകളിലൂടെ രക്തം ഓടിയിട്ട് ശരീരത്തിൽ വ്യാപിച്ചിട്ട് സൗന്ദര്യം ഉണ്ടാവും എന്നാ പറയുന്നത്. പിന്നെ ചേട്ടന്മാരൊക്കെ അങ്ങനെയൊന്നുമില്ല. ഓലിപ്പോ നേരവും ഭാഗി ഓലിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട ഇങ്ങോട്ട് വെക്കേണ്ട, പയറ്റ് കല്യാണം കുരി അങ്ങനെ പല പ്രശ്നങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ പോറ്റണ്ടേ എന്നുള്ള വിചാരം വേറെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നാ കളിക്കുക. സമയം വൈകുന്നറിയാം, എന്നാലും ഉറങ്ങി പോകാന്നറിയാം, എന്നാലും ഉള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കുക. വേറെ ഒന്നും ഉണ്ടല്ല, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കാളുള്ളൂ. അല്ലേ? നിങ്ങൾ ഒരുപാട് ആൾക്കാരില്ല, ഞാൻ ഒറ്റക്കാളുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ ഒരു മമ്മൂക്ക ഉണ്ടായിരുന്നു നമുക്ക്. മമ്മൂക്ക എന്ന് പറയുമ്പോൾ അന്നത്തെ മമ്മൂക്ക വളരെ മെലിഞ്ഞ മമ്മൂക്കയ. ഇപ്പൊ അടുത്ത് വെന്നീസിലെ വ്യാപാരി എന്ന ചിത്രത്തിലൂടെയൊക്കെ മമ്മൂക്ക ഈ കാലഘട്ടത്തെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചിത്രത്തിലെ പാട്ട് അത്ര വലിയ ക്ലിക്കല്ലാത്തത് കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിൽ ചിത്രചേച്ചിയും ദാസേട്ടനും പാടിയൊരു പാട്ടുണ്ട്. ഈ പാട്ട് കേട്ടാൽ തന്നെ നമ്മുടെ രോഗം തന്നെ മാറിപ്പോകും. ഐറ്റം നല്ല പാട്ടാണ്. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് കേട്ടാലും നാളെ യൂട്യൂബിലൂടെ അടിച്ച് നിങ്ങൾ ഈ ഗാനം കേൾക്കുക. മമ്മൂക്ക പാടുമ്പോൾ ഉണ്ടാകുന്ന ഭാവമാണ് ശ്രദ്ധിക്കുന്നത്. എലർജി ഇങ്ങനെയാക്കുന്ന ഇങ്ങനൊന്നും ആക്കാത്ത പണ്ടത്തെ ഒരു മമ്മൂക്കുണ്ട്. നോക്കാം. പാടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ഭാവി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗുണ്ട്. ഇത് റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നതാണ്. ചേട്ടാ, ഏതെങ്കിലും ഗാന്ധി എന്നോ ഞാൻ പുറത്തുനിന്ന് കാത്തിരിക്കുന്ന മരിയ ഫെർണാണ്ടസ് പാവം, അവളെ തന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നീ പറഞ്ഞില്ലേ ഞാനൊരു ക്രൂരനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം കൊല്ലേണ്ടത് നിന്നെയും അവളെ ആയിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തായിരുന്നല്ലേ? അതെന്തെങ്കിലും The wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? Pora, nammade energy ke poi endu kaiyediche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്.
ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരീസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറി ആടിയ ഞാൻ. തൊട്ടു പോകരുത് ഇനി ഈ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം തലതല്ലിച്ചാകാൻ ഒരു സീരിയൽ മാമാങ്കം ചിരട്ടത്തവി. അവളുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ അവനെത്തുന്നു. നിരഞ്ജൻ. ചിരട്ടത്തവിയെ 10 രൂപയ്ക്ക് 2 എണ്ണം. ചിരട്ടത്തവി WZ ഗോപാലൻ പരമ്പര. ഈ പരിപാടികളെല്ലാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾ, കൊട്ടിയം, ചിറയൻകീഴ്, ചേർത്തല. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം ന്യൂ പാകിസ്ഥാൻ ഗ്രാനൈറ്റ്. ഞങ്ങൾക്ക് ബ്രാൻഡേ ഇല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നതാണ്. ഓക്കെ. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്.
സൗണ്ട് ചെയ്യുന്നേട്ടാ. ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്, നന്നാവുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ, എനിക്കിഷ്ടമല്ല അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പേടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. ஐயோ என்னங்க என்ன சொல்லுங்க நான் 7th கிளாஸ் பாஸ் பண்றேன் நீ 10th கிளாஸ் ஃபெயில் பண்றே பாஸ் தெரிச்சா ஃபெயில் பரிசா பாச்சானி பரிசா வட்டீங்களா ஐயோ താങ്ക് യു. മാപ്പിളപ്പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ടെങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കിതൻ ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെണ്ണേ ചക്കന് പിടിച്ചു പെണ്ണേ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ. കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇല്ലേ, പോയോ? പാവം, സാരമില്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് 1-2 പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് അടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടി ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും ATM-ന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസുഖമാണ്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ നിന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി. നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. 1000 പിച്ചു പോരാ, 1000 പിച്ചു പോരില്ല, 1000 പാടാൻ പറ്റില്ല, 200 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഇതിൽ അവനല്ലേ പാഷാണം ഷാജി? പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ. ഞാൻ പറഞ്ഞ നീ എന്താ കാണുമ്പോ ഓടാത്? എന്തൊട്ട് എന്തോടാൻ? നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട് നിന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ലല്ലേ? നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടുന്ന് തന്നെ? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുമായിരുന്നു, വഴിതെറ്റിച്ചു വിട്ട്. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ.
എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസുഖം. നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി. നീ ഒറ്റ ഒരു ഇടപാടുമില്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനം നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്ന് പറഞ്ഞ? പുറത്തോട്ട് പോയി. അവനകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണം. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്കറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. എന്നിട്ട് നിന്റെ 10 വയസ്സ് കുറഞ്ഞ? ഞാനല്ലേ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറയാം ഇടത്തെ കൈ എന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ചാൽ മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പോ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കയറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലം പൊളിഞ്ഞു കിടക്കുന്നു. എന്തിന്? നീ ഇവിടെ നിക്ക്. നീ ഒന്ന് പോയടാ അവിടുന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുടണ എക്കിള് തന്നെ പോലെ ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യയിൽ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു നീ? നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ? ആ ജോൺസൺ മനുണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന്, ജോൺസൺ, നീ, രാജപ്പൻ. സൈക്കിളുടെ കാരന്റെ മോൻ. ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർ അടിക്കൂലേ? അവനിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2 അക്ക സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവന് തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ? ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചു തരാം. ഓക്കെ. അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്. നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് 2 വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് പകല് പോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് ബേക്കുന്നൊന്ന് ഫ്രണ്ടിൽ നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ചേ. താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ 2 ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും, അല്ലേ? ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഏട്ടാ പ്ലീസ്, ഇത് അങ്ങനെ കാണരുത്. 2 പേരും മഹാന്മാരായ നടന്മാരാണ്, അല്ലേ? ഇതൊരു ശ്രമം മാത്രം. ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്. ഭാര്യ ഒന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ,
തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഒരു ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റിന് കൈയിടുകളെ കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം. ഇനി മുടിയിലാണ്. ഈ മുടിക്കാൻ നിങ്ങൾ കൈയടിക്കും. ഒരു കൃത്രിമമില്ല അമ്മയാണ്, ഒരു കൃത്രിമമില്ല, നേരിട്ട് ചെയ്യാൻ ആയിട്ടില്ലേ? എല്ലാം നേരിട്ടിതാ അമ്മോ കാളക്കൊമ്പ് പോലെ മുടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് നോക്കാം. ആരാത് പറയണ്ടേ? ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്. അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കൈയടികളെ. ഇനിതാ വലിയ സങ്കല്പമൊന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കിക്കോളെ. റെഡീസ് 1 2 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. പാട്ട് ജന്മങ്ങളായി പുണ്യോദയങ്ങളായി കൈവന്ന നാളുകൾ കണ്ണീരുമായി കാണാക്കിനാക്കളായി നീ തന്നൊരാശകൾ. പൂനിലാമഴ പെയ്തിറങ്ങിയ എല്ലാം റെഡി. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന MN നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെയും എല്ലാം എൻ്റെ മുടിയാ, ഒരു കൃത്രിമവും ഇല്ല. നിങ്ങൾ ഈ ചാനലിൽ കാണുന്നുണ്ട് ബേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക. നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. പാവം ഞാൻ. അതെന്താ ഇത് കണ്ടെങ്കിൽ ഇതെങ്ങളിതാ കൂപ്പക്കുറ്റില്ല. പാവം ഞാൻ ഒന്ന് കൈയടിച്ചെങ്ങൾ എന്തിനായതിങ്ങനെ. ഇനി നമുക്കില്ലേ പഴയകാല MN നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് MN നമ്പ്യാർ ഒന്ന് അടങ്ങട്ടെ. നിങ്ങൾ വലിയ അതായത് പാട്ടോ. അങ്ങേ കാട്ടിലെ മുഴല് കേട്ടേ, ഇങ്ങേ കാട്ടിലെ മുഴല് കേട്ടേ, കാട്ടല കണ്ടല്ല മുളുന്ന സിംഹത്തിൽ വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ KP ഉമ്മർഖാനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ഫസ്റ്റ് KP ഉമ്മർഖ പറയൂ. ശേഖർ, എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറയുന്നൊരു ഡയലോഗ് നോക്കാം. രാഘവ, ഇതൊക്കനാ ഒരു മകന്, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ, പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ്ങൊക്കെ എപ്പവും കേൾക്കുക. ഇതിങ്ങൾക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ. ആ ചേട്ടൻ്റെ ഒരു കൈയ്യടികളെ. കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാന്ന് ചോദിച്ചാൽ എന്നോട് പറയുക എൻ്റെ അച്ഛൻ.
ഞാൻ നോക്കുമ്പോൾ 9 വയസ്സായുള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പുരയിലുള്ളോലെ സ്ഥിതി എന്താ? ഇല്ലേ, നമുക്ക് നോക്കാം. പഴയകാല ശങ്കർ അല്ലേ, പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കുങ്ങൾ കൈയടിക്കാണ്, ഒരു കൃത്രിമവും ഇല്ല. നോക്കിയാ ആയിട്ടില്ല. ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ ലൈവായിട്ടില്ല, നിങ്ങളിങ്ങനെ കാണില്ലല്ലോ, ലൈവായിട്ട് ചെയ്യാണ്. പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണും നമുക്ക്. ഇപ്പം വിഗ്ഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിക്കും. പഴയ ലാലേട്ടൻ അല്ലേ, ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ല. അതെന്തായിരുന്നു ഒരു വിടങ്ങാറാക്കുന്നത്? വെറുതെ അതെന്തിനാട്ട നിങ്ങൾ? ഞാൻ ലക്ഷങ്ങൾ ചേട്ടനൊരു കൈഡി കൂടെ. പഴയ ലാലേട്ടെ, പഴയ കാലത്തെ ലാലേട്ടൻ അല്ലേ, നമ്മൾ ഒരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയ കാല ലാലേട്ടെ കളിച്ചങ്ങനെ മുടിക്കുങ്ങൾ കൈയടിക്കാൻ കേട്ടോ. അല്ലേ, മുടി കണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് നോക്കാം. പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ്. ഈ ചായ്വ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാറാ, പട്ടുകുപ്പായക്കാരാ പട്ടുകുപ്പായക്കാരാ, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. എന്തൊരു മധുരം നീ പ്രണയം, എങ്ങനെ മലരെ ഞാൻ പറയും. പുതുമഴയാണോ മധുവഴകാണോ കുളിരിൻ മഞ്ഞലയോ. വെയിൽ ചില്ല പൂക്കും നാളിൽ കളി തൊട്ടിലാടി, കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ, അതു മനമാകെ നിറഞ്ഞു. മോഹൻലാലിനോടാകല്ലേ, മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല. ഓനൊരു ഭാഗത്ത് ഇങ്ങനെ കളിക്കാം, ഓനെ കൊണ്ടുവരിക. പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത് പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട്. അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. മൂപ്പര മുടി ലോറിപ്പുല്ല് പോലത്തെ മുടിയാ. എന്തെങ്കിലും ഇതാ പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റ റിബൺ കൊണ്ടുള്ളൊരു കെട്ടു അല്ലേ. പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ. നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ. മൂപ്പരെ വായിക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാകുക അല്ലേ. രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഓക്കെ, രവീന്ദ്രൻ്റെ ഡാൻസ്. ഓക്കെ. दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे. കരളേ കരളിന്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ. ഇനിയുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും
അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നു? അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യയെ പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക്, ജോസ്. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ച് പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ്. ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ പണ്ടത്തെ ജോസ് ആയിട്ടല്ലേ അല്ലേ? പണ്ടത്തെ ചോക്ലേറ്റ് മൂപ്പര മുടി ഒരു ഗോപുരം പോലത്തെ മുടിയല്ല മൂപ്പര സ്റ്റൈലായിരുന്നു. പടുത്തു എല്ലും വേണ്ട, ഒന്ന് അടങ്ങി കുത്തിരിഞ്ഞാൽ മതി. നോക്കുക അല്ലേ? ജോസേട്ടൻ്റെ ഈ ഷർട്ടിനൊരു കയ്യടി അടിക്കട്ടോ. ആയിട്ടില്ല, നിങ്ങൾക്ക് തന്നെ വെക്കാം. ആയിട്ടില്ല. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ മായുമോ കിനാവും നോവുമാ. വീട്ടിലെ കല്യാണ ചെക്കനെ കൊതിയോടെ എന്നും ഞാൻ നോക്കിയില്ലേ. അങ്ങാടി തെരുവിൽ പാതിരമെത്തയിൽ തഞ്ചത്തിൽ എന്നെ നീ മയക്കിയില്ലേ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ തളിർ കൊണ്ടുവാ. ജയമോൻ്റെ അല്ലേ? മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ? ജയനെന്ന് കേൾക്കുമ്പോൾ എന്താ കേട്ടാ പാവാ ഞാൻ. നിങ്ങളൊന്നും നിങ്ങൾ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായി പോകുന്നുണ്ട്. ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർ കണ്ടല്ലേ അല്ലേ? നമ്മൾ ലേറ്റ് ജയന്മാൻ്റെ അല്ലേ? ജയേട്ടനൊരു കയ്യടിക്ക് അല്ലേ? ജയൻ, ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലോ ഉണ്ട് കേട്ടോ മക്കളെ അല്ലേ? നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്. യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനായി യോഗം അല്ലേ? അതിനിടങ്ങാറാക്കി നോക്കായിട്ടില്ല ജയൻ അല്ലേ? അങ്ങാടിയില്ല ഒറ്റ മിനിറ്റ് അല്ലേ? ജയനെന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയില്ല വേറെ പാറി വരുന്ന ജയൻ. ഓ ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ടു പ്രതീക്ഷിക്കാറ്. മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടിനിക്കല്ലേ. സുന്ദരിയേ വാ, വെണ്ണിലവേ വാ, എൻ ജീവതാളം നീ പ്രണയിനി. നീലരാവിലൻ സ്നേഹവീഥിയിൽ മമ തോഴിയായി വാ പ്രിയമയീ. തമ്പുരുമീട്ടും വീടാണീ വീട്, ഇന്നും പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലെവിടെയും അതിലില്ലെവിടെയൊന്നാണല്ലോ.
ക്ഷമ പാടിയത്. ഇനി അവിടെ നിന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിലുണ്ട്. ഓ ഓ നമ്മള് താളവട്ട പഴയ ലാലേട്ടനെ കണ്ടു. താളവട്ടം എന്ന ചിത്രത്തിലൊരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന അല്ലേ, നല്ല രസമല്ലേ അല്ലേ? ആ ഡയലോഗ് ഓർമ്മയില്ല, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമ അതൊക്കെ അല്ലേ? ആരെല്ലാം ഒന്ന് കൈവെക്കാം, ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ അല്ലേ, ആരെല്ലാം ഒന്ന് കൈവെക്കാം, ദുബൈയിലുള്ളവരൊന്ന് കൈവെക്കാം. മുടി ഒറിജിനൽ തന്നെയാണ്, ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല. മുടി ഒറിജിനലാണ്, നമ്മൾ ഉള്ള നേരിട്ട് പറയില്ല. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ. മറ്റു ഓ നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ, തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കൈയടിച്ച, എല്ലാവരും ഒന്ന് കൈയടിച്ച്. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരി പെണ്ണെ നിന്നെ കാണാൻ പൂതി പിരികണ മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ, ദേവ മനോഹരിയല്ലേ. ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചമ്പല്ലിക്കരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില്. അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്. നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് 2 വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് പകല് പോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്, ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് ബേക്കുന്നൊന്ന് ഫ്രണ്ടിൽ നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ചേ. താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ 2 ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും അല്ലേ? ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഏട്ടാ പ്ലീസ്, ഇത് അങ്ങനെ കാണരുത്. 2 പേരും മഹാന്മാരായ നടന്മാരാണ് അല്ലേ? ഇതൊരു ശ്രമം മാത്രം. ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്, ഭാര്യ ഒന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്.
എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലോറും അത്തരൊന്നു വേണ്ടേ അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഒരു ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റിന് കൈയിടുകളെ കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം. ഇനി മുടിയിലാണ്. ഈ മുടിക്കാൻ നിങ്ങൾ കൈയടിക്കും. ഒരു കൃത്രിമില്ല അമ്മയാണ്, ഒരു കൃത്രിമില്ല, നേരിട്ട് ചെയ്യാൻ ആയിട്ടില്ലേ? എല്ലാം നേരിട്ടിതാ അമ്മോ കാളക്കൊമ്പ് പോലെ മുടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് നോക്കാം. ആരാന്ന് പറയണ്ടേ? ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്. അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കൈയടികളെ. ഇനിതാ വലിയ സങ്കല്പമൊന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കിക്കോളെ. റെഡീസ് 1 2 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. പാട്ട് വെച്ച പാട്ട് ജന്മങ്ങളായി പുണ്യോദയങ്ങളായി കൈവന്ന നാളുകൾ കണ്ണീരുമായി കാണാക്കിനാക്കളായി നീ തന്നൊരാശകൾ പൂനിലാമഴ പെയ്തിറങ്ങിയരാ എല്ലാം റെഡി. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന MN നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെയും എല്ലാം എൻ്റെ മൂട്ടിയാ, ഒരു കൃത്രിമില്ല. നിങ്ങൾ ഈ ചാനലിൽ കാണുന്നുണ്ട് ബേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക. നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. പാവം ഞാൻ അതെന്താ കണ്ടെങ്കിൽ ഇതെങ്ങളിതാ കൂപ്പക്കുച്ചില്ല പാവ ഞാൻ ഒന്ന് കൈയടിച്ചങ്ങൾ എന്തിനായതിങ്ങനെ. ഇനി നമുക്കില്ലേ പഴയകാല MN നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് MN നമ്പ്യാർ ഒന്നടങ്ങട്ടെ. നിങ്ങൾ വലിയ ആളായണ്ട പാട്ടോ. അങ്ങേ കാട്ടിലെ മുളല് കേട്ടേ ഇങ്ങേ കാട്ടിലെ മുളല് കേട്ടേ കാട്ടല പണ്ടല്ല മുളുന്ന സിംഹത്തിൽ വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ KP ഉമ്മർഖാനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ഫസ്റ്റ് KP ഉമ്മർഖ പറയൂ. ശേഖർ, എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറയുന്നൊരു ഡയലോഗ് നോക്കാം. രാഘവ, മിടുക്കനാ ഒരു മകന്, സുന്ദരിയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ? പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ്ങൊക്കെ എപ്പവും കേൾക്കുക. ഇതിങ്ങൾക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ. ആ ചേട്ടനൊരു കൈയ്യടികളെ. കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാന്ന് ചോദിച്ചാൽ എന്നോട് പറയുക
എൻ്റെ അച്ഛന്ന്. ഞാൻ നോക്കുമ്പോൾ 9 വയസ്സായുള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പുരയിലുള്ളോലെ സ്ഥിതി എന്താ? ഇല്ലേ, നമുക്ക് നോക്കാം. പഴയകാല ശങ്കർ അല്ലേ, പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കുങ്ങൾ കൈയടിക്കാണ്, ഒരു കൃത്രിമവും ഇല്ല. ഇതാ നോക്കിയാ, ആയിട്ടില്ല. ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലില്ല വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ, ലൈവായിട്ടില്ല, നിങ്ങളിങ്ങനെ കാണില്ലല്ലോ, ലൈവായിട്ട് ചെയ്യാന്ന്. പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണും നമുക്ക്. ഇപ്പം വിഗ്ഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിക്കും. പഴയ ലാലേട്ടൻ അല്ലേ, ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ല. അതെന്തായിരുന്നു ഒരു വിടങ്ങാറാക്കുന്നത്? വെറുതെ അതെന്തിനാട്ട നിങ്ങൾ? ഞാൻ ലക്ഷങ്ങൾ ചേട്ടനൊരു കൈഡി കൂടെ. പഴയ ലാലേട്ടെ, പഴയ കാലത്തെ ലാലേട്ട് അല്ലേ, നമ്മൾ ഒരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയ കാല ലാലേട്ടെ കളിച്ചങ്ങനെ മുടിക്കുങ്ങൾ കൈയടിക്കാൻ കേട്ടോ. അല്ലേ, മുടി കണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് നോക്കാം. പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ, ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ്. ഈ ചായ്വ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാറാ, പട്ടുകുപ്പായക്കാരാ പട്ടുകുപ്പായക്കാരാ, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. എന്തൊരു മധുരം നീ പ്രണയം, എങ്ങനെ മലരെ ഞാൻ പറയും. പുതുമഴയാണോ മധുവഴകാണോ കുളിരിൻ മഞ്ഞലയോ. വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി, കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ, അതു മനമാകെ നിറഞ്ഞു. മോഹൻലാലിനോടാകല്ലേ, മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല, ഓനൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കളിക്കുക, ഓനെ കൊണ്ടുവരിക. പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത് പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട്. അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. മൂപ്പര മുടി ലോറിപ്പുല്ല് പോലത്തെ മുടിയാ. ഇതാ പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു, ഒറ്റ റിബൺ കൊണ്ടുള്ളൊരു കെട്ടു അല്ലേ. പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ. നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ. മൂപ്പരെ വായിക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാകുക അല്ലേ. രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഓക്കെ, രവീന്ദ്രൻ്റെ ഡാൻസ്. ഓക്കെ. दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ न छोड़ेंगे. കരളേ കരളിന്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ. ഇനിയുണ്ട്. ഇനി
ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നു. അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യയെ പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക്, ജോസ്. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ച് പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ്. ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ പണ്ടത്തെ ജോസ് ആയിട്ടല്ലേ അല്ലേ? പണ്ടത്തെ ചോക്ലേറ്റ് മൂപ്പര മുടി ഒരു ഗോപുരം പോലത്തെ മുടിയല്ല മൂപ്പര സ്റ്റൈലായിരുന്നു. പടുത്തു എല്ലും വേണ്ട, ഒന്ന് അടങ്ങി കുത്തിരിഞ്ഞാൽ മതി. നോക്കുക അല്ലേ? ജോസേട്ടൻ്റെ ഈ ഷർട്ടിനൊരു കയ്യടി അടിക്കട്ടോ. ആയിട്ടില്ല, ഇങ്ങക്ക് തന്നെ വെക്കാം. ആയിട്ടില്ല. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ മായുമോ കിനാവും നോവുമാ. വീട്ടിലെ കല്യാണ ചെക്കനെ കൊതിയോടെ എന്നും ഞാൻ നോക്കിയില്ലേ. അങ്ങാടി തെരുവിൽ പാതിരമെത്തയിൽ തഞ്ചത്തിൽ എന്നെ നീ മയക്കിയില്ലേ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ തളിർ കൊണ്ടുവാ. ജയമാണ്ടേ അല്ലേ? മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ? ജയനെന്ന് കേൾക്കുമ്പോൾ എന്താ കേട്ടാ പാവാ ഞാൻ. നിങ്ങളൊന്നും നിങ്ങൾ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായി പോകുന്നുണ്ട്. ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാരെ കണ്ടല്ലേ അല്ലേ? നമ്മൾ ലേറ്റ് ജയന്മാണ്ടേ അല്ലേ? ജയേട്ടനൊരു കയ്യടിക്ക് അല്ലേ? ജയൻ, ഇത് ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഇപ്പോഴത്തെ പൃഥ്വിരാജെല്ലാം ഉണ്ട് കേട്ടോ മക്കളെ അല്ലേ? നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്. യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനായി യോഗം അല്ലേ? അതിനിടങ്ങാറാക്കി നോക്കായിട്ടില്ല. ജയൻ അല്ലേ? അങ്ങാടിയില്ല ഒറ്റ മിനിറ്റ് അല്ലേ? ജയനെന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയില്ല വേറെ പാറി വരുന്ന ജയൻ. ഓ ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീണ്ടും പ്രതീക്ഷിക്കാറ്. മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടിനിക്കല്ലേ. സുന്ദരിയേ വാ, വെണ്ണിലവേ വാ, എൻ ജീവതാളം നീ പ്രണയിനി. നീലരാവിലൻ സ്നേഹവീഥിയിൽ മമ തോഴിയായി വാ പ്രിയമയീ. തമ്പുരുമീട്ടും വീടാണീ വീട്, ഇന്നും പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും
അതിരില്ലെവിടെ മതിലില്ലെവിടെ ഒന്നാണെല്ലാരും. ഞാൻ ക്ഷമ പാടിയത്. ഇനി അവിടുന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞു, അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിലുണ്ട്. ഓ ഓ നമ്മള് താളവട്ട പഴയ ലാലേട്ടനെ കണ്ടു. താളവട്ടം എന്ന ചിത്രത്തിലൊരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന അല്ലേ, നല്ല രസമല്ലേ അല്ലേ? ആ ഡയലോഗ് ഓർമ്മയില്ല, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമ അതൊക്കെ അല്ലേ? ആരെല്ലാം ഒന്ന് കൈവെക്കാം, ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ അല്ലേ, ആരെല്ലാം ഒന്ന് കൈവെക്കാം, ദുബൈയിലുള്ളവരൊന്ന് കൈവെക്കാം. മുടി ഒറിജിനൽ തന്നെയാണ്, ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല. മുടി ഒറിജിനലാണ്, നമ്മൾ ഉള്ള നേരിട്ട് പറയില്ല. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ. ഓ നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ, തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കൈയടിച്ച, എല്ലാവരും ഒന്ന് കൈയടിച്ച്. ചാമ്പ് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരി പെണ്ണെ നിന്നെ കാണാൻ പൂതി പിടികണ മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ, ദേവ മനോഹരിയല്ലേ. ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോക്കുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചമ്പല്ലിക്കരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില്. ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത്. മിസ്സായിരുന്ന സമയത്ത് എന്നെ മിസ്സിസ് ആക്കാൻ എത്രയെണ്ണ എന്റെ പുറകെ നടന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുതേ ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതോ ഒരു തരി സൗന്ദര്യം ഇല്ലാത്ത സംശയരോഗ്യമായ ഒരു കോന്തം ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യയ്ക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. രാജി രാജി കാത്തോളണേ എന്നെ. രാജിമോളെ, വാതില് തുറക്ക്. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതില് തുറന്നിട്ടിരിക്കുക ചേട്ടാ, കേറി പോരെ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചേക്കണേ? എന്റെ ചക്കരമോൾ, ഈ 2 വിരലിൽ ഏതെങ്കിലും തൊട്ടേ. എന്തിനാ ചേട്ടാ? എന്റെ പൊന്നൊന്ന് തൊട്. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ, ദേ തൊട്ടു. ജോഷി, അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ. ചേട്ടാ, നീ വലത്തെ വിരലില്ല തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ അനീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ മുടിഞ്ഞ സംശയം? പറയടി, ജോഷി ഇവിടെ വരാറുണ്ടാ? ജോഷി നിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ടാ? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ, പയ്യൻ. എടി, ഈ ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോട്ടിൽ കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാർ ഓടുന്നത്. അതുകൊണ്ട് നീ ആ വർത്താനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് 1/2 മണിക്കൂറിൽ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഇനി എന്നെ നിങ്ങൾ സംശയിച്ചാ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോർന്ന് ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് അതുമ്മേ കയറി പിടിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കുണ്ടാവില്ല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം? ഇപ്പൊ നിനക്കായ സംശയം. എടി സത്യം. എന്റെ കൃഷ്ണ. ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവനും നീയും തമ്മിൽ എന്താടി ബന്ധം? എവിടെ വെച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടത്?
ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. അതേടി, നീ 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ വിളിക്കൂ. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞ നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമാ. എന്തോ എന്നെ വിളിച്ചു ചേച്ചി, ഞാൻ അങ്ങോട്ട് വരണോ? കുടുംബം കലക്കാതെ പോടാ പട്ടി. ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ അല്ലാത്ത പോടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നെ ആരെങ്കിലും ചെയ്തായിരുന്ന? ഓ, തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയ. ആ, അപ്പൊ തൊടുന്നുണ്ട് പിടിക്കുന്നുണ്ട്, അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത് മനുഷ്യ? മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് പുഴുതിന്നു? എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയലിൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത. എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു കൂതറ സാധനത്തില. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ ഒരു പട്ടിയെ പോലെ? ജിമ്മി, നിന്റെ കാര്യമല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ. എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻകുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവമാണെങ്കിലോ ജോൺ ബ്രിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണം എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയം പൊട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ആഹാ, ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പോ പോവാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി, നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല മനുഷ്യ. നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവത്തേ ഇല്ല. ഒരു കാലത്ത് നന്നാവത്തില്ല. നിന്റെ ഒന്നും നിർത്തിക്കേ. നിങ്ങൾ ഈ തല്ലുപിടുത്തം മതിയാക്കിട്ടെ നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടി മുണ്ടന്മാരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവോ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ് റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലെ അല്ലേ ഇരിക്കുന്നത്? മധുവേ, എന്താ ഏട്ടാ? ഈ മസാല ദോശ തിന്നാൻ നിനക്ക് ചട്നി വേണ അതോ സാമ്പാർ വേണ? വട ഫ്രീയാടാ. പോയേട്ടോ. എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ. അല്ല, ഞാൻ ഇതെന്റെ വീടാ, നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾ എങ്ങനെ കിടന്ന് ബഹളം വെച്ച ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങണത്. ഇവിടെ കിടന്നുറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഇവിടെ കിടന്നുറങ്ങടാ. നിന്നെ പാട്ട് പാടി ഓർക്കൂ, ഈ വാനം പാടി. എന്റെ ജയൻ വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചൊരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറൊന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ ഡയലോഗ്. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചു. ഈ കത്തുന്ന വിളിക്കുന്ന മുന്നിൽ ഞാൻ സത്യം ചെയ്യുകയാണ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചെങ്കിൽ ഈ നാട്ടിൽ 1000 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ദാഹിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷ്ടാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേംനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് മധുസാരി വെച്ചാൽ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മ. ഇത് ജയൻ സാറി വെച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് സുരേഷ് ഗോപിയോടും ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. പക്ഷെ ഇതേപോലെയൊന്നുമല്ല സത്യമാഷ് കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ എനിക്ക് വെള്ളം താ.
മറ്റോലൊക്കെ സ്റ്റൈലാക്കാം നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ഗ്ലാസ് വെള്ളം തമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്. ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളടുന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് നോക്കോ. ബാബു അല്ല എന്താ പറയാണ്, രാജൻ ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാൻ ഒരു ഡയലോഗുണ്ട്. ഓർമ്മ ഉണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്തു നോക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്. ഞാൻ ആരുമല്ല. ആരും അതല്ലോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, വിനോദ് സാറേ